ജനുവരി 14 BC 83. ഈ ദിവസമാണ് പ്രമുഖ റോമൻ രാഷ്ട്രീയ നേതാവായ മാർക്ക് ആന്റണി ജനിച്ചതായി കണക്കാക്കപ്പെടുന്നത്. മാർക്ക് ആന്റണി എന്ന പേരിൽ പിൻകാലത്ത് പ്രശസ്തനായ മാർക്കസ് ആന്റോണിയോസ് BC 83 ജനുവരി 14 ആണ് ജനിച്ചത്. അദ്ദേഹം റോമിലെ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മാർക്കസ് ആന്റോണിയസ് ക്രെറ്റിക്കസ് സൈനികനായിരുന്നെങ്കിലും ആ മേഖലയിൽ അധികം വിജയിച്ചിരുന്നില്ല. അമ്മ ജൂലിയയിലൂടെ അദ്ദേഹം റോമിൻ്റെ രാഷ്ട്രീയ കുടുംബങ്ങളുമായി ബന്ധുത്വത്തിലായിരുന്നു. ബാല്യകാലം മുതൽ തന്നെ ആന്റണി ധൈര്യവും കരുത്തും നിറഞ്ഞ വ്യക്തിയായിരുന്നു. യുവാവായിരുന്ന കാലത്ത് ആന്റണി കടബാധ്യതയിലും ആഡംബര ജീവിതത്തിലും മുഴുകിയിരുന്നു. എന്നാൽ പിന്നീട് സൈനിക സേവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ യഥാർത്ഥ കഴിവുകൾ പ്രകടമാക്കി. അദ്ദേഹം അസാധാരണമായ ധൈര്യവും നേതൃത്വ പ്രതിഭയും പ്രകടിപ്പിച്ചു. പടയാളികൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. കാരണം അദ്ദേഹം അവരോടൊപ്പം ജീവിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ പങ്കിടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സാധാരണക്കാരുമായി ഇടപഴകാനും വലിയ വിരുന്നുകൾ നടത്താനും ആഡംബര ജീവിതം നയിക്കാനും അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഇത് അദ്ദേഹത്തിന് ഒരു ജനകീയ മുഖം നൽകിയെങ്കിലും റോമിലെ ചില യാഥാസ്ഥിതികരായ സെനറ്റുമാർക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാർക്ക് ആന്റണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് ജൂലിയസ് സീസറുമായുള്ള കൂട്ടുകെട്ടാണ്. BC 54 ആന്റണി സീസറിന്റെ സൈന്യത്തിൽ ചേർന്നു. ഗൗൾ പ്രദേശത്തെ, അതായത് ഇന്നത്തെ ഫ്രാൻസ് എന്ന രാജ്യം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ യുദ്ധങ്ങളിൽ ആന്റണി അസാധാരണമായ വീര്യം പ്രകടിപ്പിച്ചു. സീസർ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ തൻ്റെ വിശ്വസ്ത സഹായികളിൽ ഒരാളാക്കി. BC 49 സീസർ റുബിക്കോൺ നദി കടന്ന് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോൾ ആന്റണി അദ്ദേഹത്തോടൊപ്പം നിന്നു. ഈ തീരുമാനം റോം റിപ്പബ്ലിക്കിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. സീസർ വിജയിച്ചു. ആന്റണി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ഓഫ് ഹോഴ്സ് പോലുള്ള ഉന്നത പദവികൾ അലങ്കരിച്ചു. പിന്നീട് കോൺസൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അധികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു ആന്റണി. എന്നാൽ BC 44 മാർച്ച് 15 ഐഡ്സ് ഓഫ് മാർച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിവസം ജൂലിയസ് സീസർ സെനറ്റിൽ വെച്ച് കുത്തേറ്റ് വീഴുന്നു. ബ്രൂട്ടസിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചനക്കാർ സീസറിനെ വധിച്ചു. സീസറുടെ മരണശേഷം മാർക്ക് ആന്റണി നടത്തിയ ശവസംസ്കാര പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗങ്ങളിൽ ഒന്നാണ്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഷേക്സ്പിയർ ഈ പ്രസംഗത്തെ കാവ്യാത്മകമാക്കിയെങ്കിലും യഥാർത്ഥ പ്രസംഗവും ശക്തമായിരുന്നു. ആന്റണി ജനങ്ങളുടെ വികാരങ്ങൾ ഉത്തേജിപ്പിച്ചു. സീസറുടെ മൃതശരീരം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിവുകൾ ചൂണ്ടിക്കാണിച്ചു. സീസറിൻ്റെ വിൽപത്രം വായിച്ചു. അതിൽ റോമൻ പൗരന്മാർക്ക് പണവും ഉദ്യാനങ്ങളും നൽകിയിരുന്നു. ജനക്കൂട്ടം കലാപത്തിലേക്ക് തിരിഞ്ഞു. ബ്രൂട്ടസിനും മറ്റ് ഗൂഢാലോചനക്കാർക്കും റോമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ആന്റണി അധികാരത്തിൻ്റെ മധ്യത്തിലെത്തി. എന്നാൽ മറ്റൊരു വെല്ലുവിളി ഉയർന്നു. ഒക്ടാവിയൻ, സീസറിൻ്റെ ദത്തുപുത്രനും അനന്തരാവകാശിയും. ആദ്യം ആന്റണിയും ഒക്ടാവിയനും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അവർ സഖ്യമുണ്ടാക്കി. BC 43 രണ്ടാം ട്രയംവിറേറ്റ് രൂപീകരിച്ചു. ആന്റണി, ഒക്ടാവിയൻ, ലെപ്പിഡസ് എന്നിവർ ചേർന്ന് റോമിനെ ഭരിക്കാൻ തീരുമാനിച്ചു. ഇതായിരുന്നു റോമാ സാമ്രാജ്യം 3 പേർ ചേർന്ന് ഭരിക്കുന്ന ഒരു ഘട്ടം. അവർ തങ്ങളുടെ ശത്രുക്കളെ ക്രൂരമായി നിർമ്മാർജ്ജനം ചെയ്തു. BC 42 ഫിലിപ്പിയിലെ യുദ്ധം നടന്നു. ആന്റണിയുടെയും ഒക്ടാവിയന്റെയും സൈന്യം ബ്രൂട്ടസിനെയും കാസിയസിനെയും പരാജയപ്പെടുത്തി. സീസറിന്റെ വധത്തിന് അങ്ങനെ പ്രതികാരം ചെയ്യപ്പെട്ടു. വിജയശേഷം സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. ആന്റണിക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ലഭിച്ചു. അതായത് ഇന്നത്തെ ഗ്രീസ്, ഏഷ്യ മൈനർ,
ഈജിപ്തിലെ ക്ലയന്റ് എന്നീ രാജ്യങ്ങൾ. റോമൻ ചരിത്രത്തിലെ മറ്റൊരു ഇതിഹാസത്തിന് അവിടെ തുടക്കമായി. BC 41 ആന്റണി ഈജിപ്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം കണ്ടുമുട്ടിയത് ലോകത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീയെ, ക്ലിയോപാട്ര ഏഴാമൻ എന്ന ഈജിപ്ഷ്യൻ റാണിയെ. ക്ലിയോപാട്ര കേവലം സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്നില്ല. അവൾ അസാധാരണമായ ബുദ്ധിയും വിദ്യാസമ്പത്തും രാഷ്ട്രീയ കൗശലവും ഉള്ളവളായിരുന്നു. അവൾക്ക് 9 ഭാഷകൾ സംസാരിക്കാൻ അറിയാമായിരുന്നു. ആന്റണി ക്ലിയോപാട്ര എന്ന ഈജിപ്തിലെ റാണിയെ കാണാൻ ടാർസിസിലേക്ക് വിളിച്ചു വരുത്തി. റോമിൻ്റെ സഹായം ഉറപ്പാക്കാനും ഈജിപ്തിൻ്റെ സമ്പത്ത് കൈക്കലാക്കാനുമായിരുന്നു ആന്റണിയുടെ ലക്ഷ്യം. എന്നാൽ ക്ലിയോപാട്രയുടെ കപ്പലിൽ നടന്ന ആദ്യ കൂടിക്കാഴ്ച അവരുടെ ജീവിതം മാറ്റിമറിച്ചു. സൗന്ദര്യവും ആകർഷകമായ സംസാരശേഷിയും ലോകകാര്യങ്ങളിലുള്ള അറിവും കൊണ്ട് ക്ലിയോപാട്ര ആന്റണിയെ പൂർണ്ണമായും ആകർഷിച്ചു. റോമൻ ജനറലായിരുന്ന ആന്റണി ഈജിപ്ഷ്യൻ റാണിയുടെ പ്രണയത്തിൽ വീണു. അവരുടെ പ്രണയം റോമാ സാമ്രാജ്യത്തിൽ വലിയ ചർച്ചാ വിഷയമായി. ആന്റണി തൻ്റെ ഭാര്യയും ഒക്ടേവിയൻ്റെ സഹോദരിയുമായ ഒക്ടേവിയയെ ഉപേക്ഷിച്ച് ക്ലിയോപാട്രയോടൊപ്പം അലക്സാണ്ട്രിയയിൽ താമസമുറപ്പിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ടായി. കിഴക്കൻ പ്രവിശ്യകൾ ക്ലിയോപാട്രയ്ക്കും കുട്ടികൾക്കുമായി നൽകി എന്ന ആന്റണിയുടെ പ്രഖ്യാപനം റോമിൽ കോളിളക്കം സൃഷ്ടിച്ചു. ഇതൊരു റോമൻ വിരുദ്ധ നടപടിയായി ഒക്ടേവിയൻ ചിത്രീകരിച്ചു. റോമിലെ പൊതുജനം ആന്റണിക്ക് എതിരായി. ഒക്ടേവിയൻ റോമിൽ ആന്റണിക്കെതിരെ ശക്തമായ പ്രചാരം അഴിച്ചുവിട്ടു. ആന്റണി റോമൻ താൽപ്പര്യങ്ങൾ മറന്ന് ഈജിപ്തിൻ്റെ അടിമയായി മാറിയെന്ന് അദ്ദേഹം വരുത്തി തീർത്തു. ഇത് റോമൻ റിപ്പബ്ലിക്കിൻ്റെ അന്ത്യത്തിലേക്ക് നയിച്ച ആഭ്യന്തര യുദ്ധത്തിന് തിരികൊളുത്തി. BC 32 റോമൻ സെനറ്റ് ക്ലിയോപാട്രയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ഇത് ആന്റണിക്കെതിരെയായിരുന്നു. BC 31 ആക്ടിയം യുദ്ധം നടന്നു. ഇത് ലോക ചരിത്രത്തിലെ നിർണായക നാവിക യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു. മാർക്ക് ആന്റണിയുടെയും ക്ലിയോപാട്രയുടെയും സംയുക്ത സേന ഒക്ടേവിയൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടി. ഈ നിർണായകമായ നാവിക യുദ്ധത്തിൽ ആന്റണിക്ക് കനത്ത പരാജയം നേരിട്ടു. ക്ലിയോപാട്ര യുദ്ധക്കളം വിട്ടപ്പോൾ ആന്റണിയും അവരെ പിന്തുടർന്നു. ആന്റണിയും ക്ലിയോപാട്രയും അലക്സാണ്ട്രിയയിലേക്ക് പിൻവാങ്ങി. BC 30 ഓഗസ്റ്റിൽ ഒക്ടേവിയൻ്റെ സൈന്യം ഈജിപ്തിനെ ആക്രമിച്ചു. തോൽവി സമ്മതിച്ച ആന്റണി ക്ലിയോപാട്ര മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് തൻ്റെ വാൾ നെഞ്ചിൽ കുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ മരണം ഉടനടി സംഭവിച്ചില്ല. മുറിവേറ്റ നിലയിൽ അദ്ദേഹത്തെ ക്ലിയോപാട്രയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മരണാസന്നനായ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവളായ ക്ലിയോപാട്രയുടെ കൈകളിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. ദിവസങ്ങൾക്ക് ശേഷം റോമൻ തടവിലാകുന്നതിനേക്കാൾ മരണം തിരഞ്ഞെടുത്ത് ആന്റണിയുടെ മരണത്തിന് പിന്നാലെ ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്തു. അവൾ ഒരു വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് മരണം വരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അവരെ ഒരുമിച്ച് അടക്കം ചെയ്തു. അങ്ങനെ അവരുടെ ആഗ്രഹം നിറവേറ്റി. ഇതോടെ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കാലഘട്ടം അവസാനിച്ചു. ഒക്ടേവിയൻ അഗസ്റ്റസ് സീസർ എന്ന പേര് സ്വീകരിച്ച് റോമ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായി. മാർക്ക് ആന്റണി ജൂലിയസ് സീസറിൻ്റെ വിശ്വസ്തനായിരുന്നു. 2ാം ട്രയംവിറേറ്റിലെ പ്രധാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാജയം റോമൻ റിപ്പബ്ലിക്കിൻ്റെ അന്ത്യം കുറിക്കുകയും റോമൻ സാമ്രാജ്യത്തിൻ്റെ പിറവിക്ക് കാരണമാകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സൈനിക കഴിവുകളും പ്രണയജീവിതവും രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകളും കാരണം മാർക്ക് ആന്റണി ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി നിലനിൽക്കുന്നു. അധികാരത്തിനായുള്ള പോരാട്ടങ്ങൾ, വിശ്വസ്തത, വഞ്ചന, ലോകത്തെ മാറ്റിമറിച്ച പ്രണയം, ഇതെല്ലാമാണ് മാർക്ക് ആന്റണിയുടെ ജീവിതകഥ. അദ്ദേഹത്തിൻ്റെ പരാജയം ഒരു സാമ്രാജ്യത്തിൻ്റെ പിറവിക്ക് കാരണമായി.